ഗായ്സ്, എൻ്റെ പേര് ഗൗരി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വോയിസ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരും. ഓക്കെ, ഞാൻ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഞങ്ങൾ ബാങ്കിലെ എംപ്ലോയീസൊക്കെ ആയിട്ടാണ് പോയി. ഞാൻ നേരത്തെ ഒരു ബാങ്ക്, പേര് പറയുന്നില്ല, ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടുത്തെ എക്സ് എംപ്ലോയി ആണ്. ബട്ട് സ്റ്റിൽ അവർ എവിടെ പോയാലും എന്നെ അവർ വിളിക്കും. ഓക്കെ, ട്രിപ്പ് പോകുമ്പോൾ എന്നെ വിളിക്കും. അങ്ങനെ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് തിരിച്ചു. ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിക്കാൻ നിർത്തി. നല്ല ചൂട് ചായ, വെട്ട് കേക്ക്, പിന്നെ ഒരു മഞ്ഞ നിറത്തിലൊരു സാധനം ഉണ്ടായിരുന്നു. അത് കുറേ പേർക്ക് പേര് അറിയത്തില്ലായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ള പേരെന്ന് പറയുന്നത് മടക്കസ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ള പേര്. അങ്ങനെ അത് വലിയൊരു സംഭവമായിരുന്നു. തൊപ്പി കണക്കെ ഇരുന്നു. അതിന് അവസാനം പൊടിച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് ലേസ് പാക്കറ്റ് മേടിച്ചു. അങ്ങനെ ലേസൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി ചിരിച്ചും കളിച്ചൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ ഡെസ്റ്റിനേഷൻ എത്തി. പിന്നെ ടിക്കറ്റൊക്കെ മേടിച്ചു. നമ്മൾ പിന്നെ 150 റുപ്പീസാണ് ഒരാൾക്ക് നോർമൽ ചാർജ് എന്ന് പറയുന്നത്. ബട്ട് ഇപ്പോൾ അത് കൂട്ടിയിട്ടുണ്ട്, 200 ആക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കാണിച്ച് നമ്മളെല്ലാവരും കയറി. പെർ ഹെഡാണ് ഞാൻ പറഞ്ഞത്, 100-200. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളെല്ലാവരും നടന്ന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഓരോ മീറ്റർ കഴിയുമ്പോൾ ബോർഡ് കാണിക്കും. ഇനി 250 മീറ്റർ, ഇനി 1 കിലോമീറ്റർ എന്ന് ബോർഡ് കാണിക്കും. അങ്ങനെ ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്ഷീണിച്ചു. അയ്യോ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് ക്ഷീണിച്ചു. പക്ഷെ എന്നാലും ഓക്കെ, നമുക്ക് പോവാം, ഇത്രത്തോളം എത്തി, നമ്മളെത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മേളിൽ കയറി കഴിഞ്ഞപ്പം പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കും ഒരു പീസ്ഫുൾ, നല്ലൊരു സ്ഥലമായിരുന്നു. മേളിലെത്തിക്കഴിയുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോഴും അതിൻ്റെ തുള്ളി വെള്ളങ്ങൾ ദേഹത്തേക്ക് വിടുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് മേളിലെത്തിക്കഴിഞ്ഞപ്പം. പിന്നെ എല്ലാവരും വെള്ളത്തിലിറങ്ങി, വെള്ളത്തിൽ കളിച്ചു. എന്നിട്ട് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ തിരിച്ചു. അവിടെ നിന്ന് നമ്മൾ 2 മണിക്ക് ശേഷം അങ്ങോട്ടാരും അലോ ചെയ്യത്തില്ല. അതുകൊണ്ട് ഒരു 3 o'clock ആകുമ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി. ഇരുട്ടുന്നതിന് മുന്നേ നമ്മൾ മല ഇറങ്ങണം. അതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങി. അങ്ങനെ വേണമെങ്കിൽ വെള്ളത്തിൽ കൂടെയും നടക്കാൻ പറ്റും. നമ്മൾ പക്ഷേ വെള്ളത്തോടെ നടന്നില്ല. ചേട്ടന്മാരൊക്കെ വെള്ളത്തോടെ നടക്കുമായിരുന്നു. നമ്മൾ മേലിൽ കൂടെയാണ് നടന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് പതുക്കെ ചിരിച്ചും പാടിയും ഒക്കെ നമ്മൾ തിരിച്ചിറങ്ങി. അവിടെ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ കഴുകി, വേർത്തു നമ്മളൊത്തിരി. അങ്ങനെ മുഖമൊക്കെ കഴുകി നമ്മൾ നല്ല ചിരിച്ചും കളിച്ചും ഒക്കെ. കയറിയപ്പം ആ ഒരു ക്ഷീണം അറിഞ്ഞത്, തിരിച്ചിറങ്ങിയപ്പം നമുക്ക് ആ ക്ഷീണം അറിയുന്നില്ലായിരുന്നു. പെട്ടെന്ന് എത്തിയതുപോലെയായിരുന്നു തിരിച്ചിറങ്ങിയപ്പം. അതെപ്പോഴും അങ്ങനെയല്ല, നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ ഭയങ്കര ദൂരം തോന്നുന്ന സ്ഥലം തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തുന്ന പോലെ അല്ലേ. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചും കളിച്ചും ഒക്കെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ ആ ഒരു താഴെ എത്തി. നമ്മൾ അങ്ങനെ എത്തിക്കഴിഞ്ഞു. പിന്നെ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തു. പിന്നെ നല്ല ചിരിയും കളിയൊക്കെ ആയി. പിന്നെ വാഷ്റൂമൊക്കെ ഉണ്ട് അവിടെ, ഡ്രസ്സിങ് ഏരിയ ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഒരു ചേച്ചിയുണ്ട്, ലിജി ചേച്ചി എന്നാണ് പേര്. പുള്ളിക്കാരിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവിടെ നിന്ന് റിസൈൻ ചെയ്യുവാണ്. അപ്പം ആ ചേച്ചിയുടെ വക ഒരു ചിലവുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു കള്ള് ഷാപ്പിൽ പോയി. നല്ല തലക്കറി, കള്ള്, പിന്നെ ബീഫ് റോസ്റ്റ്, ചിക്കൻ പെരട്ട്, പിന്നെ പോർക്കാണ് ഞാൻ സത്യം എടുത്തു പറയുന്നത്. ഞാൻ ഇതുവരെ പോർക്ക് കഴിച്ചിട്ടില്ല, എൻ്റെ ലൈഫിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. കുറേ പേർ പറയാം അത് കൊള്ളത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറേ നെഗറ്റീവ് കമൻറ്റ്സ് കാരണം എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇവരൊക്കെ എന്നോട് നിർബന്ധിച്ച് പറഞ്ഞ് എന്നാൽ ടേസ്റ്റ് ചെയ്ത് നോക്കൂ, ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനൊരു പീസ് കഴിച്ച് നോക്കി. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഒരു ബീഫിൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു അതിനുള്ളത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. നല്ല രീതിയിൽ സംസാരിച്ച് എൻജോയ് ചെയ്തു നമ്മളെല്ലാവരും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. നല്ല രീതിയിൽ ഇരുട്ടി. നമ്മൾ തിരിച്ച് നമ്മൾ വരുന്ന വഴിക്ക് വിനീത് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് നമ്മുടെ കൂടെ ഉള്ള. ആ ചേട്ടൻ്റെ വീട്ടിൽ കയറി ചായയൊക്കെ കുടിച്ചു. ആ ചേട്ടൻ്റെ വീട് അടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറി ചായയൊക്കെ കുടിച്ചു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു, അതുകൊണ്ടാണൊന്നും തോന്നില്ല. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ വെളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ചെണ്ടമേളമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി. ഈ സ്ഥലത്തിൻ്റെ പേര് വാഴവൻതോൾ വാട്ടർഫോൾസ്. എനിക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് അറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. വാഴവൻതോൾ വാട്ടർഫോൾസ് വിതുരയാണ്. എല്ലാവരും മസ്റ്റ് വിസിറ്റ്. താങ്ക് യു.